പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെ പരാതിക്കാരന്റെ മൊഴി. അനന്തുകൃഷ്ണനൊപ്പം പലവട്ടം ലാലി വിൻസെന്റ് കണ്ണൂരിൽ വന്നുവെന്ന് പരാതിക്കാരൻ മാധ്യമങ്ങളോടും പറഞ്ഞു. സീഡിന്റെ മീറ്റിംഗുകളിൽ അനന്തുവിനൊപ്പം ലാലിയും പങ്കെടുത്തതായി സീഡ് സൊസൈറ്റി കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി പി മോഹൻ പറഞ്ഞു. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് വുമൺ ഓൺ വീൽ എന്ന പേരിൽ സീഡ് സൊസൈറ്റി പിരിച്ചെടുത്ത കോടികൾ എവിടെ പോയി എന്ന് കണ്ണൂരിൽ ഇതിന് നേതൃത്വം നൽകിയവർക്കും അറിയില്ല. പണം പോയത് അനന്തുവിന്റെ അക്കൗണ്ടിലേക്കാണെന്നും തങ്ങളും ചതിക്കപ്പെടുകയായിരുന്നുവെന്നും സീഡിന്റെ കണ്ണൂർ ജില്ലാ പ്രൊജക്ട് മാനേജർ രാജാമണി കണ്ണൂർ ഋഷിനോട് വെളിപ്പെടുത്തി. ഈ ഫണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചിട്ടോ ഒന്നും എനിക്ക് വിവരം നൽകിയില്ല. നമുക്ക് തരും എന്നുള്ള സർക്കുലർ തരും എന്നുള്ള ഒരു വാക്കിൻ്റെ പുറത്താണ്, അനന്തുവിൻ്റെ വാക്കിൻ്റെ പുറത്താണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. എനിക്ക് ജില്ലാ പ്രോജക്റ്റ് മാനേജർ നിലയിൽ അക്കൗണ്ടുകളോ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിനു വേണ്ടി നമുക്ക് നിർദ്ദേശങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നില്ല. ക്യാഷ് ഇടപാടുകൾ അല്ലെങ്കിൽ ഇവരുടെ പ്രോജക്റ്റുകൾ മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാത് സീഡ് സൊസൈറ്റികളുടെ അക്കൗണ്ട് ത്രൂ മാത്രമാണ്. അവർ പ്രൊപ്പറേറ്ററായിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അവരിലൂടെയാണ് കാര്യങ്ങളൊക്കെ സ്പിയാർട്സിൻ്റെ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ ഇന്നോവേഷൻസ്, സോഷ്യൽ ബി വെഞ്ചേഴ്സ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് എന്നുള്ള ആ രീതിയിലുള്ള അക്കൗണ്ടുകളിലേക്ക് സെൻഡ് ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് കണ്ണൂരിൽ സീഡിന്റെ പരിപാടിയിൽ അനന്തുവിനൊപ്പം പലതവണ വന്നിട്ടുണ്ടെന്ന് പോലീസിൽ പരാതി നൽകിയ സീഡ് ബ്ലോക്ക് സെക്രട്ടറി പി മോഹനും വെളിപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് കോൺഗ്രസ് നേതാവ് എന്നുള്ള കണക്കല്ല നമ്മൾ കൊടുത്തത്. അവർ ലീഗൽ അഡ്വൈസറാണ്. അത് അവർ പല പ്രാവശ്യം കണ്ണൂർ വന്നിട്ടുണ്ട് അനന്തകൃഷ്ണൻ്റെ കൂടെ, അതുകൊണ്ട് കൊടുത്തതാണ്. പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി 1000 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് നിഗമനം. കണ്ണൂരിൽ മാത്രം 700 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. നിലവിലെ പരാതി പ്രകാരം മാത്രം 3 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.